വലിയ ബോഗൺവില്ല ചെറുതാക്കി നമുക്ക് എങ്ങനെ മുളപ്പിക്കാം എന്ന് നോക്കുക. ചെറുതായി കട്ടിയെടുത്തു. ഇതിൻ്റെ ഇവിടെ ചെറുതായിട്ട് നമുക്ക് ഒന്ന് തോല് കളഞ്ഞു കൊടുക്കാം. കാണ്ടത്ത് തട്ടാത്ത രീതിയിൽ ഇങ്ങനെ ഒന്ന് ഇതിങ്ങനെ ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്, മൊത്തം ചെയ്യുന്നില്ല. അപ്പോൾ ഇങ്ങനെ ഇളം നല്ല മൂപ്പ് കുറയാനും പാടില്ല, ആവറേജ് മൂപ്പ് വേണം. സവാള കണ്ടില്ലേ, ഉള്ളി എടുത്തിട്ട് ഇതിൻ്റെ നീര് ഇതാവുന്നതിന് ഞാൻ വേഗം മുളക്കാൻ വേണ്ടിയിട്ടാണത്. അടുത്ത് ഇനി ഇഷ്ടൊരു ചെറിയ തക്കാളി വെച്ച് നേരെ നമ്മൾ ഇതിൽ വെച്ച് കൊടുക്കുകയാണ്. ഇത് കുറച്ച് ചകിരി ഇതാണുള്ളത്. അതിലേക്ക് നമ്മൾ ശേഷമുള്ള ഒരു ആവറേജ് ടൈറ്റിൽ ഏറ്റവും ലൂസാവാതെ ചകിരിയുടെ പൊടി ഇത്രയേ ഉള്ളൂ. കണ്ടോ, അതിന് ഇങ്ങനെ വെച്ചതിന് ശേഷം ജസ്റ്റ് നനവ് കുറവാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഏകദേശം ഒരു 1 വീക്ക് വെച്ചാൽ തന്നെ നമ്മളിത് അടർത്തി നോക്കുമ്പോൾ ഇതിൽ വേര് വന്നതിന് ശേഷം നമുക്ക് ഇതേപോലെ നല്ല ചട്ടിയിലേക്ക് മാറ്റി നടാം.